ഹായ്, ദിസ് ഈസ് ജിതിൻ ഫ്രം ബാക്ക് ബെഞ്ചസ് ഒപ്റ്റോമെട്രി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്നെല്ലൻ ചാർട്ടിനെ പറ്റിയാണ്. സ്നെല്ലൻ ചാർട്ട് ഒരു ഒപ്റ്റോമെട്രിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ആളുകൾക്കും എന്നാൽ കുറേ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകൾക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. നിങ്ങളൊരു ഒപ്റ്റോമെട്രിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം ഞാൻ ഇതിൽ അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള A to Z കാര്യങ്ങൾ മൊത്തം ഇതിൽ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു റുബിക്സ് ക്യൂബൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഈ പ്രിൻസിപ്പിളും കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് സമയം കളയണ്ട. ഇതിൻ്റെ മുന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, വിഷ്വൽ അക്യൂട്ടി പാർട്ട് 1. അതിൽ വിഷ്വൽ അക്യൂട്ടിനെ പറ്റിയും ഡെഫിനേഷൻസ്, നോഡൽ പോയിൻറ്റ്, വിഷ്വൽ ആംഗിൾ എന്താണ്, അതിൻ്റെ കോമ്പോണൻസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടാൽ ബെറ്റർ ആയിരിക്കും. ചിലപ്പോൾ ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അതിലുള്ള വേർഡ്സാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ വീഡിയോയിൽ ഞാനൊരു 5 സെക്ഷൻസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലാദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് എ സ്നെല്ലൻ ചാർട്ട്. സ്നെല്ലൻ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്, എങ്ങനെയാണിത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ഡിസ്റ്റൻസസ് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഡിസ്റ്റൻസസും അതുപോലെ ഓരോ ഡിസ്റ്റൻസിലും ഫോം ചെയ്യുന്ന ഇമേജും, പിന്നീട് പറയാൻ പോകുന്നത് പ്രൊസീജിയറും അതിൻ്റെ റെക്കോർഡിങ്ങും, ലാസ്റ്റ് പറയാൻ പോകുന്നത് ഡിഫറെൻറ്റ് സിനാരിയോസ്. ഇപ്പോൾ സ്നെല്ലൻ ചാർട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ 6x60 ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹാൻഡ് മൂവ്മെൻറ്റ്, കൗണ്ടിങ് ഫിംഗേഴ്സ്, പെർസെപ്ഷൻ ഓഫ് ലൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് ഡിഫറെൻറ്റ് സിനാരിയോസിൻ്റെ അണ്ടറിൽ അതും വരും. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് സ്നെല്ലൻ ചാർട്ട് എന്നുള്ളത് നോക്കിയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സ്നെല്ലൻ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വൽ അക്യൂട്ടി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഐ ചാർട്ടാണ് സ്നെല്ലൻ ചാർട്ട്. സ്നെല്ലൻ ചാർട്ട്സ് ആർ നെയ്മഡ് ആഫ്റ്റർ ദ ഡച്ച് ഓഫ്താൽമോളജിസ്റ്റ് ഹെർമൻ സ്നെല്ലൻ. ഹെർമൻ സ്നെല്ലൻ എന്ന് പറയുന്ന ഈ ഒരു ചാർട്ട് ഡെവലപ്പ് ചെയ്ത ആളുടെ പേരിലാണ് ഈ ചാർട്ട് അറിയപ്പെടുന്നത്. ആക്ച്വലി ഈ ഹെർമൻ സ്നെല്ലൻ ആണ് ഈ ചാർട്ട് ഡെവലപ്പ് ചെയ്തതെങ്കിലും ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ പ്രൊഫസറായിരുന്നു. പക്ഷേ പുള്ളിക്ക് യോഗമില്ല. ഇത് ഡെവലപ്പ് ചെയ്ത ആളായിട്ടുള്ള ഹെർമൻ സ്നെല്ലൻ്റെ പേരിലാണ് ഈ ഒരു ചാർട്ട് ഇപ്പോൾ കറൻ്റ്ലി അറിയപ്പെടുന്നത്. 1862 ഈ ഒരു ചാർട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. നിങ്ങൾ സ്നെല്ലനെ കണ്ടിട്ടുണ്ടോ? ഇതാണ് സ്നെല്ലൻ. ഹീസ് ഹെർമൻ സ്നെല്ലൻ. നമ്മളൊക്കെ ഇപ്പോൾ ഇനി അല്ലെങ്കിൽ ഇനി അരി മേടിക്കാൻ പോകുന്നത് ഈ ഒരാൾ ഈ ഒരു ചാർട്ടൊക്കെ അന്ന് കണ്ടുപിടിച്ചത് കൊണ്ടാണ്. ദ നോർമൽ സ്നെല്ലൻ ചാർട്ട് ഈസ് പ്രിൻറ്റഡ് വിത്ത് 11 ലൈൻസ്. 11 ലൈൻസ് ഉണ്ടാവും. മുകളിൽ നിന്ന് താഴെ വരെ ഇങ്ങനെ ഒരു 11 ലൈൻസിൻ്റെ ഒരു ഫോമിലാണ് ഇപ്പോൾ സ്നെല്ലൻ ചാർട്ട് അറിയപ്പെടുന്നത്. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. ഇതാണ് മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന സ്നെല്ലൻ ചാർട്ട്. ഇവിടെ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്, 1, 2, 3, 4, 5, അങ്ങനെ 11 ലൈൻസാണ് സാധാരണയായിട്ട് ഒരു സ്നെല്ലൻ ചാർട്ടിൽ കാണുന്നത്. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് ദ ഫസ്റ്റ് ലൈൻ കൺസിസ്റ്റ് ഓഫ് എ വൺ വെരി ലാർജ് ലെറ്റർ വിച്ച് മേ ബി വൺ ഓഫ് സെവറൽ ലെറ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ E, H, N. സബ്സിക്വൻറ്റ് റോസ് ഹാവ് ഇൻക്രീസിങ് നമ്പേഴ്സ് ഓഫ് ലെറ്റേഴ്സ് ദാറ്റ് ഡിക്രീസ് ഇൻ സൈസ്. അതായത് സ്നെല്ലൻ ചാർട്ടിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ടൊരു വലിയ ലെറ്റർ ഉണ്ടാവും. താഴേക്ക് വരുന്തോറും ലെറ്ററുകളുടെ എണ്ണം കൂടുന്നുണ്ട്. അതായത് ആദ്യത്തെ ലൈനിൽ ഒരു ലെറ്റർ ആയിരുന്നെങ്കിൽ താഴത്തെ ലൈനിലേക്ക് വന്നപ്പോഴത്തേക്കും അത് 2 ലെറ്ററായി. ഇവിടെ 1, 2 ലെറ്ററായി. പക്ഷേ അതിൻ്റെ സൈസ് കുറഞ്ഞു. മൂന്നാമത്തെ ലൈനിലേക്ക് വന്നപ്പോഴത്തേക്കും അത് 3 ലെറ്ററായി. അതിൻ്റെ സൈസ് ഒന്നും കൂടി കുറഞ്ഞു. അപ്പോൾ ഏറ്റവും മുകളിൽ ഒരു വലിയ ലെറ്ററും താഴേക്ക് വരുന്തോറും നമ്പേഴ്സിൻ്റെ വലിപ്പം, ലെറ്റേഴ്സിൻ്റെ വലിപ്പം ചെറുതായാണ് വരുന്നത്. പക്ഷേ അവിടെ നമ്പേഴ്സിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. ഏറ്റവും മുകളിൽ ഒരു ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ താഴേക്ക് വരുന്തോറും ലെറ്റർ സൈസ് ചെറുതാവുന്നുണ്ട്, പക്ഷേ നമ്പറുകളുടെ എണ്ണം കൂടുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് ഈ ഒരു ചാർട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു ചാർട്ട് തന്നെ ഡിഫറെൻറ്റ് ലെറ്റേഴ്സിൻ്റെ ചാർട്ടുണ്ട്, നമ്പേഴ്സിൻ്റെ ചാർട്ടുണ്ട്, അതുപോലെ സിമ്പിൾസ് ഈ ചാർട്ടുണ്ട്, ലാൻഡ്രോഡ് സി ഉണ്ട്, ലോക്കലി ഉള്ള ലാംഗ്വേജസ്, മലയാളത്തിലുള്ള ലെറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെറ്റേഴ്സും സിമ്പിൾസും എല്ലാം കൂടി വെച്ച് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു ചാർട്ടാണ് സ്നെല്ലൻ ചാർട്ട്. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് സ്നെല്ലൻ ചാർട്ടിനെ പറ്റിയുള്ള ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ഒരു ചാർട്ട് വർക്ക് ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട്. എങ്ങനെയാണ് ഈ ഒരു ചാർട്ട് വർക്ക് ചെയ്യുന്നത്, ഹൗ ഇറ്റ് വർക്ക്സ്. സോ ഇവിടെ പറയുന്നത് എ പേഴ്സൺ ടേക്കിംഗ് ദ ടെസ്റ്റ് കവേഴ്സ് വൺ ഐ ഫ്രം 6 meters or 20 feet away ആൻഡ് റീഡ്സ് അലൗഡ് ദ ലെറ്റേഴ്സ് ഓഫ് ഈച്ച് റോ ബിഗിനിങ് അറ്റ് ദ ടോപ്പ്. നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻറ്റ് ഒരു 6 meter അല്ലെങ്കിൽ ഒരു 20 feet ഡിസ്റ്റൻസിൽ ഇരുത്തിയിട്ട് ചാർട്ടിൽ കാണുന്ന നമ്പേഴ്സ് ഉറക്കെ വായിച്ചാണ് ഈ ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ഇറ്റ്സ് എ പ്യൂർലി സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്.
പേഷ്യൻറ്റിൻ്റെ റെസ്പോൺസിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് സംസാരിക്കാൻ കഴിയാത്ത ആളുകൾക്ക്, ചെവി കേൾക്കാൻ പറ്റാത്ത ആളുകൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്കൊന്നും നമുക്ക് ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ 6 മീറ്റർ 20 ഫീറ്റ് എലൗഡ് ആയിട്ട് വായിച്ചതിനനുസരിച്ചാണ് നമ്മൾ വിഷ്വൽ അക്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ദ സ്മോളസ്റ്റ് റോ ദാറ്റ് ക്യാൻ ബി റീഡ് അക്യുറേറ്റ്ലി ഇൻഡിക്കേറ്റ്സ് ദ വിഷ്വൽ അക്യൂട്ടി ഇൻ ദാറ്റ് സ്പെസിഫിക് ഐ. നമ്മൾ പറഞ്ഞു ഓരോ കണ്ണും സെപ്പറേറ്റ് ആയിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പേഷ്യൻറ്റിന് അക്യുറേറ്റ് ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് റോ, ആ ലൈനായിരിക്കും ആ പേഷ്യൻറ്റിൻ്റെ ബെസ്റ്റ് വിഷ്വൽ അക്യൂട്ടി എന്ന് പറയുന്നത്. ദ സിംബൽസ് ഓൺ ആൻ അക്യൂട്ടി ചാർട്ട് ആർ ഫോംലി നോൺ ആസ് ഒപ്റ്റോടൈപ്പ്. നമ്മുടെ വിഷ്വൽ അക്യൂട്ടി ചാർട്ടിനകത്തുള്ള ഓരോ സിംബൽ അല്ലെങ്കിൽ ലെറ്റേഴ്സ്, അതിൽ ഓരോന്നിനെയും വിളിക്കുന്ന പേരാണ് ഒപ്റ്റോടൈപ്പ്. ഇപ്പോൾ ഈ ഒരു ചാർട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ ഇംഗ്ലീഷ് ചാർട്ടുണ്ട്, ലാൻഡ്രോഡ്സിയ ഉണ്ട്, ഈ ചാർട്ടുണ്ട്. ഇതിൽ ടി എന്ന് പറയുന്നത് ഒരു ഒപ്റ്റോടൈപ്പാണ്, ഈ ഫസ്റ്റ് ലെറ്റർ ഒരു ഒപ്റ്റോടൈപ്പാണ്, വി ഒരു ഒപ്റ്റോടൈപ്പാണ്, എച്ച് ഒരു ഒപ്റ്റോടൈപ്പാണ്. ഇതിലുള്ള ഓരോ ലെറ്ററുകളും ഓരോ ഒപ്റ്റോടൈപ്പുകളാണ്. സോ അതിലുള്ള നമ്മുടെ സ്നെല്ലൻ ചാർട്ടിലുള്ള ഓരോ ലെറ്ററുകളെയും വിളിക്കുന്ന പേരാണ് ഒപ്റ്റോടൈപ്പ്. ഈച്ച് ഒപ്റ്റോടൈപ്പ് ഈസ് മെയ്ഡ് ഓഫ് എ സ്ക്വയർ ടൈപ്പ് ഫോണ്ട്. നമ്മൾ സ്നെല്ലൻ ചാർട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇംഗ്ലീഷ് അക്ഷരമാലയിലുള്ള മുഴുവൻ ലെറ്റേഴ്സും സ്നെല്ലൻ ചാർട്ടിലില്ല. നമ്മളൊരു സ്ക്വയർ വരച്ചിട്ട് ആ സ്ക്വയറിൻ്റെ ഉള്ളിൽ പോകുന്ന രീതിയിലുള്ള ലെറ്റേഴ്സിനെ മാത്രമേ നമ്മൾ സ്നെല്ലൻ ചാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്ക്വയർ വരയ്ക്കുമ്പോൾ ആ സ്ക്വയറിൻ്റെ ഉള്ളിൽ കറക്റ്റ് ഫിറ്റായിട്ടിരിക്കുന്ന ലെറ്റേഴ്സിനെ മാത്രമേ നമ്മൾ സ്നെല്ലൻ ചാർട്ടിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ഈച്ച് ഒപ്റ്റോടൈപ്പ് ഈസ് മെയ്ഡ് ഓഫ് എ സ്ക്വയർ ടൈപ്പ് ഫോണ്ട്. സ്ക്വയർ ടൈപ്പായിട്ടുള്ള ഫോണ്ടുകളെ മാത്രമാണ് ഈ സ്നെല്ലൻ ചാർട്ടിനുള്ളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി ലെറ്റേഴ്സ് have such a breadth that they will subtend at an angle of 1 minute at the nodal point of the eye at a particular distance. ഇതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷനൊക്കെ ഉണ്ടാകുന്നൊരു ഭാഗം. ഇനി അടുത്ത പോയിന്റും കൂടിയും പറയാം. The sides of the letters are 5 times the breadth of the constituent lines at a given distance. Each letters subtend at an angle 5 minutes at the nodal point of the eye. ഈ നോഡൽ പോയിന്റ് എന്താണെന്നും എവിടെയാണെന്നും 5 മിനിറ്റ് ഓഫ് ആർക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതെവിടെയാണ് ഫോം ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ഞാൻ ഇവിടെ പറയുന്നില്ല. ഈ പറയുന്ന പോയിന്റ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് റൂബിക്സ് ക്യൂബ് വെച്ചിട്ട് പറഞ്ഞുതരാം. റൂബിക്സ് ക്യൂബിൻ്റെ ഈ ഒരു ബ്ലൂ കളർ പോർഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്നെല്ലൻ ചാർട്ടിലുള്ള ലെറ്റേഴ്സ് നമ്മൾ പറഞ്ഞു ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ ഫിറ്റ് ആവുന്ന രീതിയിലാണ് ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു 5x5 റുബിക്സ് ക്യൂബ് ആണെന്ന് വിചാരിക്കുക. സപ്പോസ് ഇപ്പോൾ നമ്മുടെ ലെറ്റർ ഇ ആണെന്ന് വിചാരിക്കുക. ഇതുപോലൊരു ഇ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നോക്കിക്കുക ഇങ്ങനെ ഒരു സ്ക്വയറാണ്. അപ്പോൾ ഈ സ്ക്വയറിൽ ഇപ്പോൾ ഓരോ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ടേക്കും 5 കള്ളികളുണ്ട്, താഴേക്കും 5 കള്ളികളുണ്ട്. 1 2 3 4 5. ഇനി താഴേക്കാണെന്നുണ്ടെങ്കിൽ 2 3 4 5. സോ സ്നെല്ലൻ ചാർട്ടിൽ ഒരു ലെറ്റർ എടുത്തിട്ട് ആ ലെറ്റർ കറക്റ്റ് ഇങ്ങനെ 5 കള്ളികളുടെ ഉള്ളിൽ, അതായത് ഒരു 5x5 റുബിക്സ് ക്യൂബിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ലെറ്ററുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് കൺസെപ്റ്റ്. അപ്പോൾ അതിൽ ഓരോ കള്ളിയുടെയും ബ്രെഡ്ത്ത്, ഒരു കള്ളിയുടെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്, ഈ ഒരു കള്ളിയുടെ വീതി എന്ന് പറയുന്നത്, ആ കള്ളി നമ്മുടെ അതായത് നമ്മുടെ വിഷ്വൽ ആംഗിൾ, അത് കണ്ണിൽ ക്രിയേറ്റ് ചെയ്യുന്ന നോഡൽ പോയിന്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന വിഷ്വൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റ് ഓഫ് ആർക്കായിരിക്കും ഒരു കള്ളിയുടെ ബ്രെഡ്ത്ത്. അങ്ങനെയുള്ള 5 കള്ളികൾ കൂടിച്ചേരുമ്പോൾ, ഇങ്ങനെയുള്ള 5 കള്ളികൾ കൂടിച്ചേരുമ്പോൾ അവിടെ 5 മിനിറ്റ് ആവും. സോ അതുകൊണ്ട് ഒരു ലെറ്റർ പി എന്ന് പറയുന്ന ഈ ഒരു ലെറ്റർ നമ്മുടെ കണ്ണിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ 5 മിനിറ്റ് ഓഫ് ആർക്കായിരിക്കും. അപ്പോൾ ഈ 5 മിനിറ്റ് ഓഫ് ആർക്ക് എങ്ങനെയാണ് വരുന്നത്? ഇതിലുള്ള ഓരോ കള്ളികളും കൂടുമ്പോൾ, ഒരു കള്ളിയുടെ ബ്രെഡ്ത്ത് 1 മിനിറ്റ് ആണ്. അങ്ങനെ 1x5 അല്ലേ, 1x5 വരുമ്പോൾ 5 മിനിറ്റ് ഓഫ് ആർക്കാവും. സോ ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ ഓരോ ലെറ്ററും നമ്മുടെ കണ്ണിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 5 മിനിറ്റ് ഓഫ് ആർക്കായിരിക്കും. ഇനി നമുക്ക് ലെറ്റർ വെച്ചിട്ട് തന്നെ പറയാം. ഇപ്പോൾ ഇ എന്ന് പറയുന്ന ഈ ഒരു ലെറ്റർ, ഇതിൽ 5x5 റുബിക്സ് ക്യൂബ് പോലെ തന്നെ ഇവിടെ എന്തുണ്ട്, ഇങ്ങനെ സ്ക്വയേഴ്സ് ഉണ്ട്. നോക്കി ഇങ്ങനെ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഓരോ സ്ക്വയറിൻ്റെയും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു സ്ക്വയറിൻ്റെ ഈ ഒരു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 1 മിനിറ്റ് ഓഫ് ആർക്കാണ്. സോ ടോട്ടൽ അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5. സോ ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1, ഇതും 1. സോ 1x5 ആയിട്ടുള്ള
5 മിനിറ്റ് ഓഫ് ആർക്കാണ് ഒരു ലെറ്റർ കണ്ണിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ. ഇതാണ് ഈ ഒരു 3 പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ പോയിന്റ് ഒന്ന് വായിച്ച് നോക്കാം. ഇനി വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ലെറ്റേഴ്സ് ഹാവ് സച്ച് എ ബ്രെഡ്ത്ത് ദാറ്റ് ദേ വിൽ സബ്റ്റൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 1 മിനിറ്റ് അറ്റ് ദ നോഡൽ പോയിന്റ്. ഓരോ ലെറ്ററിൻ്റെയും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ലെറ്റേഴ്സ് ഹാവ് സച്ച് എ ബ്രെഡ്ത്ത് ദാറ്റ് വിൽ സബ്റ്റൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 1 മിനിറ്റ് അറ്റ് ദ നോഡൽ പോയിന്റ്. നോഡൽ പോയിന്റിൽ ഓരോ ബ്രെഡ്ത്തും സബ്റ്റൻഡ് ചെയ്യുന്നത് 1 മിനിറ്റ് ആണ്. സോ ദ സൈഡ്സ് ഓഫ് ദ ലെറ്റേഴ്സ് ആർ 5 ടൈംസ് ബ്രെഡ്ത്ത് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ലൈൻ. അപ്പോൾ അങ്ങനെയുള്ള, അതായത് 1 ഇൻറ്റു 5 ആണ് 1 സൈഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈച്ച് ലെറ്റർ സബ്റ്റൻഡ് ആൻ ആംഗിൾ ഓഫ് 5 മിനിറ്റ് അറ്റ് ദ നോഡൽ പോയിന്റ്. സോ അതുകൊണ്ട് ഓരോ ലെറ്ററുകളും നോഡൽ പോയിന്റിൽ സബ്റ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 5 മിനിറ്റ് ഓഫ് ആർക്കാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ദ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് വാട്ട് ഡിസ്റ്റൻസ് ദീസ് ലെറ്റേഴ്സ് ആർ സബ്റ്റൻഡിങ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 5 ഡിഗ്രി. ഏതൊക്കെ ഡിസ്റ്റൻസിലായിരിക്കും ഈ ലെറ്ററുകൾ കറക്റ്റ് കണ്ണിൽ 5 ഡിഗ്രി ഫോം ചെയ്യുന്നത്? ആ ലെറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് സ്നെല്ലൻ ചാർട്ടിൽ നമ്മൾ ഫ്രാക്ഷൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ 6/6, 20/20 എന്നൊക്കെ പറയില്ലേ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് നമ്മുടെ കണ്ണാണ്. നമ്മുടെ കണ്ണിൽ നിന്നും ഒരുപാട് ദൂരത്ത് വിവിധ ഡിസ്റ്റൻസുകളിലിരിക്കുന്ന ഒപ്റ്റോടൈപ്സ്. ഇപ്പോൾ ഫസ്റ്റ് ഒപ്റ്റോടൈപ്പ് ഇരിക്കുന്നത് 60 ഫീറ്റ് അവേ ആണ്. ആദ്യത്തെ ഒപ്റ്റോടൈപ്പ് 60 ഫീറ്റ് അവേ ആണ്. രണ്ടാമത്തെ ഒപ്റ്റോടൈപ്പ് ഇരിക്കുന്നത് 40 ഫീറ്റ് അവേ ആയിട്ടാണ്. മൂന്നാമത്തെ ഒപ്റ്റോടൈപ്പ് ഇരിക്കുന്നത് 20 ഫീറ്റ് അവേ ആണ്. അത് ഇതാണ് ഓരോരോ ഒപ്റ്റോടൈപ്പ്. നമ്മളിങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് കുറച്ചല്ലേ, സൈസ് കുറഞ്ഞല്ലേ വരുന്നത്. അപ്പോൾ ഏറ്റവും അകലെ ഇരിക്കുന്ന ഒപ്റ്റോടൈപ്പ് 60 ഫീറ്റും, രണ്ടാമത്തത് 40, മൂന്നാമത്തത് 20 ആണെന്ന് വിചാരിക്കുക. ഈ ഒരു ആംഗിളിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ഈ ഒരു ആംഗിളാണ് 5 മിനിറ്റ് ഓഫ് ആർക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ആംഗിളിൻ്റെ ഉള്ളിൽ കറക്റ്റ് വരുന്ന രീതിയിലാണ് ഈ ലെറ്ററിൻ്റെ സൈസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ ലെറ്ററുകളും 5 മിനിറ്റ് ഓഫ് ആർക്ക് തന്നെ ആയിട്ട് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കി, ഇപ്പോൾ 60 ഫീറ്റിലുള്ള ഇമേജിൻ്റെ ആക്ച്വൽ സൈസ്, ആ ലെറ്ററിൻ്റെ സൈസ് എന്ന് പറയുന്നത് 26 ആണ്. ഇനി അടുത്തേക്ക് വരുന്തോറും ഇമേജിൻ്റെ സൈസ്, ലെറ്ററിൻ്റെ സൈസ് കുറയുന്നുണ്ട്. ഇവിടെ നോക്കി, ഇവിടെ 17 ആയി. ഇനി 20ലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 8.86 ആയി. സോ ഇതാണ് നമ്മുടെ സ്നെല്ലൻ ചാർട്ട് കൺസ്ട്രക്റ്റ് ഒക്കെ ചെയ്യുന്ന പ്രോജക്റ്റ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ലെറ്ററിൻ്റെയും സൈസ് കൺസ്ട്രക്ഷൻ. ഇത് കുറേ ഉണ്ട് ഇതിൻ്റെ കാൽക്കുലേഷൻസ്. ഇതിൻ്റെ കാര്യങ്ങളും മിനിമം ആംഗിൾ ഓഫ് റെസൊല്യൂഷൻ എന്താ, അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ഇതിൽ പറഞ്ഞാൽ തീരില്ല. സോ എന്താവുന്നുണ്ട്, ഇവിടെ വിഷ്വൽ ആംഗിൾ നമ്മുടെ കണ്ണിൽ ക്രിയേറ്റ് ആവുന്ന, നോഡൽ പോയിന്റിൽ ക്രിയേറ്റ് ആവുന്ന വിഷ്വൽ ആംഗിളിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിലാണ് ഓരോ ലെറ്ററിൻ്റെയും സൈസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ബിഗർ ദ സൈസ് ഓഫ് ദ ലെറ്റർ ഓർ ഒപ്റ്റോടൈപ്പ്, ബിഗർ ദ വ്യൂവിംഗ് ഡിസ്റ്റൻസ് ദാറ്റ് കീപ്സ് ദ ആംഗിൾ അറ്റ് നോഡൽ പോയിന്റ് ഓഫ് ഐ കോൺസ്റ്റൻറ്റ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം 6/60 ഈ ഒരു ടാർഗറ്റും അതുപോലെ തന്നെ 6/6 ഈ ഒരു ടാർഗറ്റും ഇതിൽ വലിപ്പത്തിൽ ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും, ഇവിടെ വലിപ്പത്തിൽ ഡിഫറൻസ് ഉണ്ട്. ഒന്ന് 60 ഫീറ്റ് അവേ ആണ് ഇരിക്കുന്നത്, ഏറ്റവും താഴെയുള്ളത് 20 ഫീറ്റ് അവേ ആണ് ഇരിക്കുന്നത്. എന്നാലും അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ ഈക്വൽ ആയിരിക്കും. ആ ആംഗിളാണ് 5 മിനിറ്റ് ഓഫ് ആർക്ക്. ഇനി നമുക്ക് നോക്കാം എന്താണ് 6/6, അല്ലെങ്കിൽ ഈ 6/6 6 എന്താണ്, താഴത്തെ ഡിനോമിനേറ്റർ എന്താ, ന്യൂമറേറ്റർ എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അത് കുറച്ചും കൂടി താഴേക്ക് വരുമ്പോൾ ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. വാട്ട് ഈസ് ദ ടെസ്റ്റിംഗ് ഡിസ്റ്റൻസ്? യൂഷ്വലി നമ്മൾ ഇനി എങ്ങനെയാണ് പ്രൊസീജിയറാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്, പ്രൊസീജിയറും അതുപോലെ തന്നെ ഇതിൻ്റെ മെട്രിക്സും. സോ വാട്ട് ഈസ് ദ ടെസ്റ്റിംഗ് ഡിസ്റ്റൻസ്? യൂഷ്വലി നമ്മൾ 6 മീറ്റർ അല്ലെങ്കിൽ 20 ഫീറ്റ്. 6 മീറ്റർ എന്ന് പറയുന്നത് തന്നെയാണ് 20 ഫീറ്റ്. മീറ്റർ പറയുവാണെങ്കിൽ 6 മീറ്റർ, ഫീറ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 20 ഫീറ്റ്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഈ 6 മീറ്റർ എടുക്കുന്നത് അല്ലെങ്കിൽ 20 ഫീറ്റ് എടുക്കുന്നത്? ഇതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറ്റ് ദിസ് ഡിസ്റ്റൻസ് divergence of rays that enter the pupil is so small that rays are considered parallel. നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ ഡെഫിനിഷൻ പറയുന്ന സമയത്ത് when parallel rays of light coming from infinity are focused in front or behind the retina, അല്ലേ? അങ്ങനെയാണ് നമ്മൾ when accommodation is being at rest. ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. എമ്മട്രോപ്പിയുടെ ഡെഫിനിഷൻ എന്താ? ആർ ഫോക്കസ്ഡ് അറ്റ് ദ റെറ്റിന അല്ലെങ്കിൽ ഓൺ ദ റെറ്റിന when accommodation is being at rest. സോ അവിടെ പറയുന്ന ഫസ്റ്റ് പോയിന്റ് when parallel rays of light എന്നാണ് പറയുന്നത്. സോ ഈ ലൈറ്റ് റേ പാരലൽ ആവുന്നത് അല്ലെങ്കിൽ മാക്സിമം ഡൈവേർജൻസ് കുറയുന്നത് 6 മീറ്ററിലാണ്. സോ അതുകൊണ്ട് തന്നെ ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ബെൻഡിങ്. ഒരു ലൈറ്റ് വന്ന് ബെൻഡ് ആവുന്നതിനാണ് ഡൈവേർജ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ കോർണിയയിൽ വന്ന് ലൈറ്റ് റേ തട്ടുന്ന സമയത്ത്
ഒരു 6 മീറ്ററിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ പരമാവധി പാരലലി ആണ് കോർണിയയിൽ വന്ന് ടച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഡൈവേർജൻസ് മിനിമലാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ 6 മീറ്ററിനെ ഈ ഒരു ടെസ്റ്റിംഗ് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. ഹെൻസ് അക്കോമഡേഷൻ ഈസ് എലിമിനേറ്റഡ്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ലൈറ്റ് റേയുടെ ഉള്ളിലേക്ക് ബെൻഡ് ചെയ്യിക്കാനായിട്ട് കൂടുതൽ എഫേർട്ട് അല്ലെങ്കിൽ കൂടുതൽ പവറിൻ്റെ ആവശ്യമില്ല. കാരണം ലൈറ്റ് റേ ഓൾറെഡി പാരലൽ ആയിട്ടാണ് കണ്ണിലേക്ക് വന്ന് വീഴുന്നത്. ഇനി വാട്ട് ഡസ് 6/6 ഓർ 20/20 മീൻസ്? ഇതാണ് ഞാൻ നേരത്തെ ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ എബിലിറ്റി ടു സീ 1 മിനിറ്റ് ഓഫ് ആർക്ക് വിച്ച് ഈസ് ക്ലോസ് ടു ദ തിയററ്റിക്കൽ ഡൈഫ്രാക്ഷൻ ലിമിറ്റ്. നമ്മൾ പറഞ്ഞു 1 മിനിറ്റ് ഓഫ് ആർക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞു. സ്നെല്ലൻ ചാർട്ടിലുള്ള ഒരു ബ്രെഡ്ത്ത് അല്ലേ, ആ ഒരു ബ്രെഡ്ത്ത് കണ്ണിനെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റിയാണ്. സോ 6/6 എന്താണെന്നുള്ളത് ഞാൻ വളരെ സിമ്പിളായിട്ട് ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 6/6 എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതാണ് എൻ്റെ പേഷ്യൻ്റ് എന്ന് വിചാരിക്കുക. എൻ്റെ പേഷ്യൻറ്റ് ഇവിടെ ഇരുന്നിട്ട് ഈ ചുമരിലിരിക്കുന്ന ചാർട്ട് ടെസ്റ്റ് ചെയ്യണം. സോ ഇവിടെ നോക്കിയാൽ 6/60, 6/24, 6/80, 6/12, 6/9, 6/6 ഇവിടെയെല്ലാം ന്യൂമറേറ്റർ കോൺസ്റ്റൻ്റ് ആണ്. അതായത് നമ്മുടെ 6/6 എന്നുള്ളതിന് മുകളിലത്തെ വാല്യൂ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ഈ മുകളിലത്തെ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ പേഷ്യൻ്റ് ഇരിക്കുന്ന ഈ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് ഈ ചാർട്ടിലേക്കുള്ള ദൂരമാണ്, ഈ ചുമരിലേക്കുള്ള ദൂരമാണ്. ഇവിടുന്ന് ഞാനൊരു ടേപ്പ് എടുത്തിട്ട് അളക്കുവാണെന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് ഇരിക്കുന്ന സ്ഥലം, അതായത് പേഷ്യൻറ്റിൻ്റെ കണ്ണും ഐ ചാർട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 6/6. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഈ ചാർട്ടും പേഷ്യൻറ്റും മൂവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ന്യൂമറേറ്റർ അവിടെ കോൺസ്റ്റൻ്റ് ആണ്. രണ്ടാമത്തെ പറയുന്നതാണ് താഴത്തെ വാല്യൂ 6/60 അല്ലെങ്കിൽ 6/24, 6/80. അതിലെ താഴത്തെ വാല്യൂ ആണ് ഈ ഒരു ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ നിന്നും ഓരോ ടാർഗറ്റിലേക്കുള്ള ഡിസ്റ്റൻസ്. അതായത് കണ്ണിൽ നിന്നും ഇപ്പോൾ ഫസ്റ്റ് ഇത് 20 ഫീറ്റിലാണ് ഇരിക്കുന്നത്, അടുത്ത ഒപ്റ്റോടൈപ്പ് ഇരിക്കുന്നത് 40 ഫീറ്റിലാണ്, അടുത്ത ഒപ്റ്റോടൈപ്പ് ഇരിക്കുന്നത് 60 ഫീറ്റിലാണ്. അപ്പോൾ ഓരോ ഒപ്റ്റോടൈപ്പിലേക്കുള്ള ഡിസ്റ്റൻസ്, ആദ്യത്തെ ഇമേജ് കണ്ണിൽ നിന്നും 20 ഫീറ്റാണ്, അപ്പോൾ 20/20. അടുത്ത ഒപ്റ്റോടൈപ്പ് 40 മീറ്റർ അവയാണ്. സോ 20/40 ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, 20/40. അതായത് 6 മീറ്റർ അകലെയുള്ളൊരു ഒബ്ജക്റ്റിനെ 6 മീറ്ററിൽ നിന്ന് തന്നെ എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ 6/60 എന്തായിരിക്കും? 60 മീറ്റർ അകലെയുള്ളൊരു ഒബ്ജക്റ്റിനെ 6 മീറ്ററിൽ നിന്ന് കഴിഞ്ഞാലേ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. നോർമലി ഉള്ള ഒരാൾ 60 മീറ്ററിലുള്ളൊരു ഒബ്ജക്റ്റിനെ 60 മീറ്ററിൽ നിന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ എനിക്ക് ആ ഒബ്ജക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ 6 മീറ്ററിൽ പോയി നിൽക്കണം. അപ്പോൾ നോർമലി 6/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മീറ്റർ അകലെയുള്ളൊരു ഒബ്ജക്റ്റിനെ 6 മീറ്ററിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. താഴേക്ക് വരുന്തോറും വിഷ്വൽ അക്യൂട്ടി കൂടും, ലൈനുകൾ മുകളിലേക്ക് പോകുന്തോറും വിഷ്വൽ അക്യൂട്ടി കുറയും. ഇനി നമ്മൾ പ്രൊസീജിയർ പറയാൻ പോകണം എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. ആദ്യം പറയുന്നത് വെച്ചാൽ പേഷ്യൻറ്റ് കറക്റ്റായിട്ട് സീറ്റ് ചെയ്യുന്നു. 6 മീറ്ററാണ് വർക്കിംഗ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ 20 ഫീറ്റ്. ഇനി ചാർട്ട് ഷുഡ് ബി പ്രോപ്പർലി ഇലുമിനേറ്റഡ്. നമുക്ക് ചാർട്ട് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇലുമിനേറ്റ് ചെയ്യണം. മിനിമം ഒരു 20 ഫുട്ട് ക്യാൻഡിലെങ്കിലും, അതിൻ്റെ യൂണിറ്റ് പറയുന്നത് 20 ഫുട്ട് ക്യാൻഡിലാണ്, അത്രയെങ്കിലും മിനിമം ഇലുമിനേഷൻ ആവശ്യമാണ്. ഇനി പേഷ്യൻ്റ് ഈസ് ആസ്ക്ഡ് ടു റീഡ് ഈച്ച് ഐ സെപ്പറേറ്റ്ലി. ഓരോ കണ്ണും മോണോക്കുലർലിയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ആദ്യം റൈറ്റ് ഐ, അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ഐ. ഓക്കെ, അപ്പോൾ ഓരോ കണ്ണും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. വിഷ്വൽ അക്യൂട്ടി ഈസ് റെക്കോർഡഡ് ആസ് ഫ്രാക്ഷൻ. വിഷ്വൽ അക്യൂട്ടി നമ്മൾ ഫ്രാക്ഷൻ ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അത് നമുക്ക് ഡിഫറെൻറ്റ് യൂണിറ്റ്സിൽ റെക്കോർഡ് ചെയ്യാം, അതിപ്പോൾ പറയാം. ഇനി ന്യൂമറേറ്റർ എന്താണെന്ന് പറഞ്ഞു. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ദ പേഷ്യൻസ് ഫ്രം ദ ചാർട്ട്. പേഷ്യൻറ്റും ചാർട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. ഇനി ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളസ്റ്റ് ലെറ്റേഴ്സ് ദാറ്റ് ക്യാൻ റീഡ് അക്യുറേറ്റ്ലി. പേഷ്യൻറ്റിന് റീഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ലൈൻ. ആ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണും ആ ഒപ്റ്റോ ടൈപ്പും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഫ്രാക്ഷനായിട്ട് റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഫ്രാക്ഷനായിട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല രീതിയിൽ ഇതിനെ മെൻഷൻ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഫീറ്റായിട്ട് പറയാം, നമ്മുടെ സ്നെല്ലൻ ചാർട്ടിൽ ഫീറ്റായിട്ട് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മീറ്ററിലും എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ 6 മീറ്റർ, 6/60, 6/30, 6/20 എന്നൊക്കെ പറയുന്നതെല്ലാം മീറ്ററിലാണ്. 20 എന്ന് പറയുന്നതെല്ലാം ഫീറ്റിലാണ്. 6 മീറ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഈക്വൽ ടു 20 ഫീറ്റ്. ഇനി ഇതിനെ തന്നെ നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ഇതേ സാധനത്തിന് നമുക്ക് പല വാല്യൂകളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് സ്നെല്ലൻ ചാർട്ടിനെ ഫൂട്ടിൽ പറയാം, സ്നെല്ലൻ ചാർട്ടിനെ മീറ്ററിൽ പറയാം, സ്നെല്ലനെ വേണമെങ്കിൽ ഡെസിമലായിട്ട് പറയാം, സ്നെല്ലനെ വേണമെങ്കിൽ ലോക്മാറായിട്ടും പറയാം. സോ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്നെല്ലൻ വാല്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ ലോഗിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള കൺവേർഷൻ ടേബിളാണ് ഇത്. ഓക്കെ, സോ ഈ ഒരു കൺവേർഷൻ ടേബിൾ ഉപയോഗിച്ചിട്ട്
നമുക്ക് ഏതിലേക്ക് വേണമെങ്കിലും കൺവേർട്ട് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ നിലവിലുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഓരോ സിനാരിയോ നോക്കാൻ പോവാണ്. നമ്മൾ പറഞ്ഞു ഏറ്റവും മുകളിലുള്ള ലെറ്റർ 60 ആണ്, 6/60 ആണ്. സോ 6/60 പേഷ്യൻറ്റ് കാണാൻ പറ്റിയില്ലെങ്കിൽ എന്താ ചെയ്യുക? ഇനി ഹി ഓർ ഷീ ഈസ് ആസ്ക്ഡ് ടു വാക്ക് ടുവാർഡ്സ് ദ ചാർട്ട് ടിൽ വൺ ക്യാൻ റീഡ് ദ ടോപ്പ് ലൈൻ. സോ നമ്മുടെ പേഷ്യൻറ്റിന് ഏറ്റവും മുകളിലത്തെ ലൈൻ വായിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പേഷ്യൻറ്റിനെ ഒരു 1 മീറ്റർ മുന്നിലേക്ക് ഇരുത്തി നോക്കുക. നമുക്ക് ചാർട്ട് ഓൾറെഡി ഫിക്സ് ആണ്. ചാർട്ട് ഫിക്സ് ആയതുകൊണ്ട് നമുക്ക് ചാർട്ട് ഇളക്കിയെടുക്കാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി ഇലുമിനേറ്റഡ് ആയിട്ടുള്ളൊരു ചാർട്ടാണ് സ്നെല്ലൻ ചാർട്ട്. അതുകൊണ്ട് തന്നെ ചാർട്ട് ഇളക്കിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? പേഷ്യൻ്റ് ഇരിക്കുന്ന 6 മീറ്റർ എന്നുള്ളത് പേഷ്യൻറ്റിന് ഒരു 1 മീറ്റർ മുന്നിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ 5 മീറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ന്യൂമറേറ്റർ മാറും. അപ്പോൾ 5/16 ആവും. ഇനി 4 മീറ്ററിലേക്ക് പോയിട്ടാണ് പേഷ്യൻ്റ് വായിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ 4/16 ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ മുകളിൽ ചാർട്ടും കണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് ചേഞ്ച് ആയി. അപ്പോൾ മുകളിലത്തെ വാല്യൂവും ചേഞ്ച് ആവും. ഇനി 1/16 പേഷ്യൻ്റ് വായിക്കുന്നില്ല. 1/16 വായിക്കാതെ വരുന്ന സമയത്താണ് നമ്മൾ ഫിംഗർ കൗണ്ടിങ് ചെയ്യുന്നത്. നമ്മൾ ഫിംഗർ കൗണ്ട് ചെയ്യും. ഇപ്പോൾ ചില സമയത്ത് പേഷ്യൻറ്റിന് മൂവ് ചെയ്യാൻ പറ്റില്ല. പേഷ്യൻറ്റിനെ നമുക്കിപ്പോൾ വീൽ ചെയർ പേഷ്യൻ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പേഷ്യൻറ്റിനെ മൂവ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചാർട്ട് മൂവ് ചെയ്യാനുള്ള ഓപ്ഷനും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഫിംഗർ നമ്മൾ മൂവ് ചെയ്യും. അതായത് എക്സാമിനർ മൂവ് ചെയ്തിട്ട് ഫിംഗേഴ്സ് കാണിക്കും. ഫിംഗേഴ്സ് കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, 2 ഫിംഗേഴ്സും കാണിക്കാം. അതായത് ഒരു കൈ മാത്രമല്ല, 1, 2, 3, 4, 5 മാത്രമല്ല, 2 കൈ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതെത്രയാ ചോദിക്കാം. കുറച്ച് പേർക്കൊന്നും അതറിയില്ല. അങ്ങനെ നമുക്ക് യൂസ് ചെയ്തിട്ടും ചോദിക്കാം. സോ നിങ്ങൾ നിൽക്കുന്ന ഡിസ്റ്റൻസ്, നിങ്ങളും പേഷ്യൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ CF 3 മീറ്റർ, 3 മീറ്ററാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 3 മീറ്റേഴ്സ്. കൗണ്ടിങ് ഫിംഗർ 2 മീറ്റർ. കൗണ്ടിങ് ഫിംഗർ ഇപ്പോൾ 1 മീറ്ററിലടുത്ത് ഇത്രയും പേഷ്യൻ്റ് ഇത്ര അടുത്ത് കൊണ്ട് നിൽക്കുമ്പോഴാണ് പേഷ്യൻ്റ് ഈ നമ്പേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ റെക്കോർഡ് ചെയ്യുന്നത് CF 1 മീറ്റർ എന്നായിരിക്കും. ഇനി CF ക്ലോസ് ടു ഫേസ് 1 മീറ്ററിലും കൊണ്ടുപോയി പേഷ്യൻ്റ് വായിക്കാൻ പറ്റത്തില്ല. പിന്നെയുള്ളത് ഇത്ര അടുപ്പിച്ച് കൊണ്ടുപോകാം. പേഷ്യൻ്റെ ക്ലോസ് ടു ഫേസിൽ അടുപ്പിച്ച് കൊണ്ടുപോയി വെച്ചിട്ട് പേഷ്യൻ്റ് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് CF എന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൗണ്ടിങ് ഫിംഗർ കഴിഞ്ഞു. ഇനി കൗണ്ടിങ് ഫിംഗർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഹാൻഡ് മൂവ്മെൻറ്റ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഹാൻഡ് മൂവ്മെൻറ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഇതും നമ്മൾ മോണോക്കോഡറിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. വെൻ ദ പേഷ്യൻ്റ് ഈസ് ഫെയിൽ ടു കൗണ്ട് ഫിംഗേഴ്സ്, ഫിംഗർ കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ എക്സാമിനർ ഹാൻഡ് മൂവ് ചെയ്ത് നോക്കുക. ആ ഹാൻഡ് മൂവ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മൂവ് ചെയ്യുക, പോസ് ചെയ്യുക, മൂവ് ചെയ്യുക, പോസ് ചെയ്യുക. അപ്പോൾ മൂവ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻ്റ് മൂവ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് HM പോസിറ്റീവ് എന്ന് എഴുതാം, ഹാൻഡ് മൂവ്മെൻറ്റ് പോസിറ്റീവ്. ഇനി അവിടെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പേഷ്യൻ്റ് HM നെഗറ്റീവാണ്, ഹാൻഡ് മൂവ്മെൻറ്റ് നെഗറ്റീവാണ്. ഇനി ഹാൻഡ് മൂവ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വരുന്നത്, ഹാൻഡ് മൂവ്മെൻറ്റും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് വരുന്ന ലൈറ്റ്, പെർസെപ്ഷൻ ഓഫ് ലൈറ്റ് ആണ്. പെർസെപ്ഷൻ ഓഫ് ലൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കണ്ണിൻ്റെ 4 സൈഡിൽ നിന്നും നമ്മൾ ലൈറ്റ് അടിച്ച് നോക്കണം. ആദ്യം നമ്മൾ സെൻറ്ററിൽ നിന്ന് അടിച്ച് നോക്കും. ലൈറ്റ് പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഓരോ ഡയറക്ഷൻ, മുകളിൽ നിന്ന്, താഴെ നിന്ന്, സൈഡിൽ നിന്ന്, 2 സൈഡിൽ നിന്നും ലൈറ്റ് അടിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു X വരച്ചിട്ട് ആ Xയിലെ ക്വാഡ്രൻ്റാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ പോസിറ്റീവാണ്, ഇവിടെയും പെർസെപ്ഷൻ ഓഫ് ലൈറ്റ് പോസിറ്റീവാണ്, ഇവിടെ പേഷ്യൻ ഓഫ് ലൈറ്റ് നെഗറ്റീവാണ്, ഈ കേസിലും പെർസെപ്ഷൻ ഓഫ് ലൈറ്റ് നെഗറ്റീവാണ്. ഇങ്ങനെയാണ് എഴുതല്ലേ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്രോസ് വരച്ചിട്ട് ജസ്റ്റ് പ്ലസ്സും മൈനസും അങ്ങനെ ഇട്ട് പോവാം, അതും പ്രശ്നമില്ല. സോ ഇതാണ് സ്നെല്ലൻ ചാർട്ടിലെ ഏറ്റവും അവസാനത്തെ കൈ. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനില്ല. ലൈറ്റ് പേഴ്സീവ് ആണോ? ലൈറ്റ് പേഴ്സീവ് അല്ലേ. ലൈറ്റും പേഴ്സീവ് അല്ലെങ്കിൽ പിന്നെ പേഷ്യൻ്റ് ബ്ലൈൻഡാണ്, ആ കണ്ണിൽ പേഷ്യൻ്റ് ലൈറ്റ് പോലും പെർസെപ്ഷൻ ഇല്ല. സോ ഇങ്ങനെ വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ. ഇനി ഇതിൽ ഡെസിമൽ നോട്ടേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. കൺവേർഷൻ ടേബിളിൽ നിങ്ങൾക്ക് ഡെസിമലായിട്ടും ലോക്മാറായിട്ടും കൺവേർട്ട് ചെയ്യാം. ലോക്മാർ ചാർട്ട് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്, എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ചാർട്ടാണ്. അത് നമുക്ക് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്.